അത് ശരി. ഹലോ, മൺപാത്രം ഉണ്ടാക്കുന്ന ചൂളയാണിത്. ഈ ചൂളയിൽ പാത്രം ഉണ്ടാക്കിയതിന് ശേഷം ഇത് 4 ദിവസം തീ പുകച്ചാണ് ഈ ചട്ടികൾ ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. മണ്ണ് ഉൽപ്പാദിച്ചിട്ട് ചൂളയിലിട്ട് അതിനൊക്കെ ഇത് പോയി. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതാ സാറേ, കാശ് മുടക്കി ഒത്തിരി കടങ്ങളൊക്കെ മേടിച്ചു. ഇതൊക്കെ പോയി. ഈ വെള്ളം കയറിയേ ഈ പെരയൊക്കെ വെള്ളം കയറിപ്പോയി. ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് സ്ഥലം മാറി പോയി. രണ്ടാമത് ഇത് വാർത്തൊക്കെ ഉണ്ടായി. ഈ ചൂളയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയോണ്ട് ഫലമുണ്ടോ? പച്ചമണ്ണല്ലേ, ഒത്തിരി നഷ്ടപ്പെട്ടു പോയി. ചൂള അവിടെ അതും പോയിരിക്കും. അത് നന്നാക്കിയിട്ടില്ല. ഇവിടെയൊക്കെ കൊണ്ട് പാത്രമുണ്ട്. പിന്നെ അപ്പുറത്ത് ഷെഡുണ്ട് പണിയുന്നത്, കാണിക്കാം. പിന്നെ ഇത് ഈ ഒത്തിരി ഒന്നിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് കൂടി, അത് ഓരോരുത്തരായിട്ടാണ്? ഇതിപ്പോ ഈ ഇരിക്കുന്ന ചട്ടിയൊക്കെ ഒരാളുടെയാണ്? ഒരാളുടെയാ? അത് ശരി. ഇപ്പൊ എന്നാ വിലക്ക് കൊടുക്കും ഈ ഇത് മാട്ടം? മക്കളാരും ഈ പണിയിലേക്ക് തിരിഞ്ഞിട്ടില്ല? മക്കള് 2-3 പേരുണ്ട്. അവർ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോയി. അല്ല, അവർ ഈ പണിയിലുണ്ടോ? ഉണ്ട്. ഇതറിയാം, അവർക്കും അറിയാം? ഉണ്ട്. ഇതാ ഞങ്ങളുടെ വീലിലായിരിക്കുന്നത്. ഇല്ല, വീല് അതിലധിഷ്ഠിക്കുന്നത്. ഞങ്ങൾ പണ്ടത്തെ ചക്രം 2 പേര് വേണം. അതിപ്പോ കുറവാ. അപ്പൊ ഞങ്ങൾ ഈ കറണ്ട് വഴിയൊക്കെ എടുക്കണം. വീടുകളിലൊക്കെ അവർ പൂട്ടിയിട്ട്. ഞങ്ങളുടെ ആൾക്കാർക്ക് പട്ടിയൊന്നും കഴിഞ്ഞോ? ഇപ്പം മണ്ണ് എവിടെ നിന്നാണ് എടുക്കണേ? ഈ വടയാറ്റ് എന്താ മണവന്നം കണ്ടത്തിലെ ഇത് മണ്ണ് ആവശ്യത്തിന് കിട്ടുമല്ലേ? ആവശ്യത്തിന് കിട്ടുമോ? എടുക്കാനുണ്ട്. അതിനുള്ള സമ്പത്ത് നമുക്കില്ലല്ലോ. അതൊക്കെ അകത്ത് ഇപ്പം നമ്മൾ ഈ കൂജ പോലുള്ള ഏറ്റവും ഉണ്ടാക്കുന്നില്ല. ഇവിടുത്തെ മണ്ണ് ശരിയായില്ല സാറേ. മറ്റേ മണ്ണ് ഇറക്കാൻ പറ്റില്ല. പാലക്കാട് മണ്ണ് അത് ജനറൽ മാനേജർക്ക് അതിനുള്ള ലൈസൻസ് തരും. കാശ് ഒത്തിരി വേണം, അതാണ് ആലോചിക്കുന്നത്. ലക്ഷങ്ങളെ. എങ്ങനെയാ ബിസിനസ് ഇപ്പം ഒന്നുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടോ? കുറേശ്ശെ വരുന്നതല്ലേ വരുന്നില്ല, അതാ സങ്കടം. വരുന്നല്ല തൊഴിൽ പഠിക്കൊന്നുമില്ലേ? അറിയാൻ മേലേ? അറിയാനില്ല, അവർക്ക് താല്പര്യമില്ല. എന്നാലും തൊഴിൽ പഠിച്ചിരുന്നാ മരുന്നിനെങ്കിലും. ഇപ്പം നമ്മൾ ഈ മാട്ടവും ഈ മൂടത്തട്ടി മാത്രമേ ഉള്ളൂ? മാട്ടം എല്ലാം ഉണ്ടാക്കും, എല്ലാവേ. പക്ഷെ ഇപ്പം ഇതേ ഉള്ളൂ, മാട്ടവും മൂടത്തട്ടി. ഇപ്പം ദുഃഖവള്ളിയല്ലേ, അതിനുള്ള ആയിരിക്കാം. കണ്ടില്ല? അതെവിടെയാ കൊടുക്കണേ? പുറത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഈ ചേർത്തൽ ഭാഗത്തെ തങ്കിപ്പള്ളി. തങ്കിപ്പള്ളി ഞാൻ കൊടുക്കുന്നുണ്ട് ഞാനേ. ശരി. ആ പെരുന്നാളിന് കൊണ്ടുപോകും? ഇല്ല, അവർക്ക് ദുഃഖവെള്ളിയാഴ്ച മറ്റന്നാ ഞായറാഴ്ച എത്തിക്കണമല്ലോ. ഓഹോ. ദുഃഖവെള്ളി പെരുന്നാൾ ഇതുമായിട്ട് ബന്ധമില്ല, ദുഃഖവെള്ളിയായിട്ട്.
കറണ്ടില്ലേ? അതെന്നാ മാട്ടാ? ഉണ്ടാക്കണം. മാട്ടാണോ? അല്ലേ ഒരു ചെറുത് മാട്ടം മണ്ണ് പോരതേ. ചെറിയ പൂജ പോലത്തെ ഒരു മണ്ണ് ചേരാത്തുണ്ടാക്കാം. വീട്ടിൽ ഒരു വീട്ടിലും ദാരിദ്ര്യം ഇല്ല. ദാരിദ്ര്യമില്ല. മക്കളുടെയൊക്കെ വേറെ തൊഴിലുകളാണ്. മക്കൾ തൊഴിൽ കൊണ്ടുപോയി രക്ഷപ്പെട്ടു പോകണം. അല്ലെങ്കിൽ ഇത് തന്നെയാണ് രക്ഷപ്പെടാൻ പോകണം. ശരി. പിന്നെ മറ്റേ പണ്ട് ഇവിടെ നാട്ടിൽ പ്രമാണിമാരുണ്ട്. ഞങ്ങളെയല്ല ഞങ്ങളുടെ അപ്പന്മാരെ പഠിപ്പിക്കുന്നത്. അന്ന് അവർ ഇവർക്ക് ചെലവിന് കൊടുക്കും. ചെലവിന് കൊടുക്കുന്നത് കാശായിട്ടൊന്നും കൊടുക്കുകയില്ല. അവർക്ക് കടയുണ്ട്, അരി, വിറക്, മണ്ണൊക്കെ ഒരു വിലക്കെടുത്ത് കൊടുക്കും. പാലാവും ഈലാവും കൂടി അവർ സമ്പത്തുണ്ടാക്കി അവനെ. അപ്പം ഞങ്ങൾക്ക് ചോദിക്കാൻ പറയാൻ ആളില്ലല്ലോ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വഴക്കായി, ബഹളമായി, അടിയായി, ഇടിയായി ഇങ്ങനെ ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നടക്കുകയില്ല. ഇപ്പം ഞങ്ങളൊക്കെ ഇത്ര മുഴുത്ത് എടാന്ന് വെച്ചാൽ എന്താന്ന് വിളിക്കാൻ കയ്പായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കയറി വരില്ലായിരുന്നു. പഴയ കാലത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മാറ്റം വന്ന്, പിള്ളേരായിട്ട് മാറ്റം വന്നു. പിന്നെ ആ പിള്ളേർ ഈ പിള്ളേരുടെ കൂട്ടുകാരായി. സമ്പന്നന്മാരുടെ പിള്ളേരും ഇല്ലായ്മ പിള്ളേരൊക്കെ കൂട്ടുകാരായതുകൊണ്ട് വടക്കെന്ന് പറഞ്ഞ ഏർപ്പാടില്ല. അപ്പോൾ പണ്ടൊക്കെ വളരെ പേടിച്ച് കഴിഞ്ഞു. ഞങ്ങളുടെ അപ്പന്മാരെ കൂടുതൽ പേടിച്ചു. അപ്പന്മാരൊക്കെ ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി പടക്കം പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. ഉപദ്രവം ഉണ്ടായിരുന്നു. പക്ഷെ അവരാ വില കിട്ടുന്നത് ചട്ടിക്കൊക്കെ അന്ന് എപ്പോഴും കടക്കാരനാക്കും. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ സാറിന് ആവശ്യമുണ്ട് എടുത്താൽ മതി സാറിനോട് പറയും. അന്ന് അവർ പറയും വില ഇന്ന ഇട്ടാൽ മതി എന്ന് പറയും. ഒരു 5000 രൂപ കടവുണ്ടെങ്കിൽ എപ്പോഴും 2000 രൂപ കടക്കാരനെ എപ്പോഴും ആ വില ഇവർ മിണ്ടാൻ പറ്റിയല്ല. മിണ്ടാൻ പറഞ്ഞ സാഹചര്യം അന്നത്തെ കാലഘട്ടം അതാവുണ്ട്. അവർക്ക് ഈ പിന്നെ ആൾക്കാർ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് റൗഡിപ്പും ഗ്രൂപ്പും കുടുംബാലൊക്കെയുള്ള കാലഘട്ടമായിരുന്നു. അത് ശരി. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. ഇന്ന് നടക്കുകയില്ല. ഇന്നത് നടക്കുകയില്ല. ഏതായാലും ജീവിതം പണ്ടത്തെ അപേക്ഷിച്ച് ജീവിതം ഏതാ മെച്ചം? ഇപ്പം മെച്ചം ഞാൻ തള്ളി പറയുകയില്ല. അല്ലേ? അന്നൊക്കെ ശരിക്കും പട്ടിണിയും കഷ്ടപ്പാടുണ്ട്. ഞാൻ പള്ളിക്കൂടത്ത് പോകുമ്പോൾ കഞ്ഞി കുടിക്കാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പള്ളിക്കൂടത്ത് ഹൈസ്കൂൾ വരെയൊക്കെ എത്തിയുള്ളൂ. അന്ന് ഉച്ചയാകുമ്പോൾ പിള്ളേരൊക്കെ കഞ്ഞി കുടിക്കാൻ നമ്മൾ നിരാശയിൽ അത് ശരി. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. വീട്ടിലൊന്നും ഇല്ല. വീട്ടിലെ നമ്മൾ പഞ്ചസാര പോലും മേടിക്കാൻ ഈ കാപ്പിത്തൊലി എന്ന് പറഞ്ഞ സാധനം, കാപ്പിത്തൊലിയും ശർക്കരയാണ് ഞങ്ങൾക്കുള്ള രാവിലത്തെ ഭക്ഷണം. അത് കഴിച്ചുകൊണ്ട് പള്ളിക്കൂടത്ത് പോയിക്കാൻ ഉച്ചയാകുമ്പോൾ രക്ഷയില്ല. ഉച്ചയാകുമ്പോൾ അന്ന് 2 നേരമില്ല. 1ാം ക്ലാസ് 5ാം ക്ലാസ് വരെ 6 വരെ 4 കഴിഞ്ഞിട്ട് പോകും പറഞ്ഞു. 6, 7 ഇവിടെ. പിന്നെ ഹൈസ്കൂളിൽ പോകണമെങ്കിൽ നടന്ന വണ്ടിക്ക് പോകാൻ കാശില്ലല്ലോ. തലയോടുമ്പോൾ നടന്നൊക്കെ പോയ കാലത്ത് തലവെളുപ്പത്തിൽ. പിന്നെ ഒരു 5-6 മാസം ഇരുന്നു. പിന്നെ വയറ് നമുക്ക് പറയാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ കാര്യത്തിൽ. അന്ന് ചോറൊന്നുമില്ല. ഉച്ചയ്ക്ക് വന്നാലും വലിയ പട്ടിണിയാണ്. അന്ന് ഈ കപ്പയൊക്കെ അല്ല. അന്ന് ഉപ്പാവൊന്നുമില്ല സ്കൂളിൽ. ഉപ്പാവ് ഉണ്ടാവും. അത് എന്തെങ്കിലും നമ്മൾ ഞൊളി കൊട്ടൽ വിശാലും കൂട്ടി തരത്തുള്ളൂ. നമ്മുടെ കൂട്ടുകാർക്കാണ് വിളമ്പണത്. ഹൈസ്കൂളിലില്ല. ഹൈസ്കൂളിൽ ടീച്ചർ സാധനം ഇല്ല. അന്നില്ലായിരുന്നു. അന്ന് 2 നേരമുണ്ട് ക്ലാസ്സേ. ഇവിടെയൊക്കെ 1 നേരമുണ്ട്. ഇളങ്കാവിലാണ് ഞാൻ പഠിച്ചത്. ഇളങ്കാവിലായിരുന്നു അല്ലേ? 1 നേരം ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ 7 വരെ അവിടെ പഠിച്ചു. പിന്നെ ഹൈസ്കൂളിൽ പോയി. അത് വന്നിട്ട് നമ്മളെ രജിസ്റ്റർ ചെയ്ത് പല സ്ഥലത്തും പോയിട്ട് പണിയൊന്നും കിട്ടും. അന്നൊക്കെ ഈ 7ാം ക്ലാസ് പാസ്സായ പോലീസും പട്ടാളത്തൊക്കെ എടുക്കുമായിരുന്നു. അന്നൊക്കെ റിസൾട്ട് പോയി. പിന്നെ നമ്മുടെ സമയം മോശമായതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഏതായാലും ഇപ്പം വേറെ വിലയും ഒന്നും ഉണ്ടോ? അല്ല, അത് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എനിക്ക് നമുക്ക് സ്ഥിതി പറയില്ല. കാര്യമായിട്ട് മരുന്ന് ഞാൻ മേടിച്ചിട്ടില്ല. അതല്ലേ ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മുടെ പണി അതാ. പണിയേ ഞാൻ പറഞ്ഞല്ലോ. ഈ മാന്യന്മാർ വീട്ടിൽ ഇതായിട്ട് പറഞ്ഞല്ല, കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് മണ്ണി കൂട്ടുക. അപ്പോൾ ശരീരം കൊണ്ട് വിയർക്കും വെളുപ്പിന്. ഇപ്പോൾ ഓട്ടവും ചേർന്ന ആൾക്കാർ പോകണില്ലേ? ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ മണ്ണി കൂട്ടുന്ന സ്വയം വിയർത്തോളൂ. ഏത് തണുപ്പുള്ള സമയത്താണ്, ഏത് മഞ്ഞുള്ള സമയത്തും വിയർക്കും. അങ്ങനെ കാര്യമായിട്ട് മരുന്ന് ആർക്കും ഇല്ല. പിന്നെ തലവേദന വലിയ അതല്ല. ഏതായാലും അത് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ആരോഗ്യത്തോടെ ഇന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണിയാൻ എൻ്റെ വീടിനോട് ചേർന്ന് നമ്മുടെ പണിപ്പുരയും പണിയുമായിട്ടിരിക്കുന്നത് ഒരു സംതൃപ്തിയല്ലേ? സന്തോഷം അല്ലേ? തീർച്ചയായും. ഇച്ചിരി വരുമാനം കുറഞ്ഞാലും വരുമാനം വേണ്ട.
മനസ്സന്തോഷം കിട്ടിയാൽ മതി. മനസ്സന്തോഷമല്ലേ? അതെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ മക്കളെ കെട്ടിച്ചെടുത്തൊന്നും പണിയില്ല. പണിയില്ല. ഒരു ഐശ്വര്യമല്ലേ നമുക്കൊരു തൊഴിൽ. നമ്മുടെ ഞാൻ മുമ്പ് പരമ്പരാഗത തൊഴിലാണ്. കരയിൽ വീഴുന്ന കൈവീരതാണ്. ഒരാൾക്ക് പഠിക്കാൻ പാടാണ് മറ്റുള്ളവർക്ക്. ഞാൻ ഏത് പണിയും പഠിക്കാറുണ്ട്, ഏത് പണിയും. പക്ഷേ ഇതിലേക്ക് സാറ് വന്നാലും ആര് വന്നാലും പറ്റില്ല. എവിടെയെങ്കിലും പോരാടി എവിടെയെങ്കിലും അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. പിന്നെ ഇപ്പം വേറെ ഇതേ സമുദായക്കാർ പണിയുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തൃശ്ശൂർ അവിടെയൊക്കെ ഈ മുസ്ലിം ആൾക്കാർ പണിയുണ്ട് നമ്മുടെ അറിവ്. പണി പഠിച്ചാൽ ഇപ്പോൾ ഫീസ് വർക്ക് ഇതൊക്കെ ഈ ചെറിയ ഫീസ് വർക്കിന് എടുക്കണം. ഇപ്പോൾ 10,500 പണി ആൾക്കാരൊക്കെ ഉണ്ട് കമ്പനി മാത്രം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ചൂളയിലാണ്. മൺപാത്ര വ്യവസായത്തിൻ്റെ പരമ്പരാഗതമായി മൺപാത്രം ഉണ്ടാക്കുന്ന അരവിന്ദാക്ഷൻ ചേട്ടനാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹവുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. വൈക്കത്ത് താലൂക്ക് വ്യവസായ ഓഫീസറായിരിക്കുമ്പോൾ അവിടെ ഈ മൺപാത്ര തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം വരികയും അദ്ദേഹത്തിന് അവിടെ അവർക്ക് തിരിച്ചറിയൽ കാർഡ് കിട്ടാനായിട്ട് അപേക്ഷകൾ അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് തിരിച്ചറിയൽ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് വേണ്ടി അവർ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സമുദായമാണ് മൺപാത്രം ഉണ്ടാക്കുക. മനുഷ്യന് ഉണ്ടായ കാലം മുതൽ ഏറ്റവും ആദ്യമായി അവന് വേണ്ടിയിരുന്ന ചട്ടിയും പാത്രങ്ങളും ഉണ്ടാക്കുക എന്നാണ്. ആ ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടുത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു തലമൂത്ത ആൾ, ഒരു നേതാവാണ് അരവിന്ദാക്ഷൻ ചേട്ടൻ. അദ്ദേഹത്തിന് ഇപ്പോൾ 66 വയസ്സായി. തൻ്റെ ചെറുപ്പം മുതൽ എത്ര വയസ്സ് മുതലേ? 25 കല്യാണം കഴിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഈ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ പണിയിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ 16ഓളം കുടുംബക്കാർ ഇപ്പോൾ വൈക്കത്തിനടുത്ത് വൈക്കപ്രയാറിൽ 16ഓളം കുടുംബക്കാർ ഈ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമാണ്. കാര്യം ഇതിൻ്റെ ഇന്ന് ചട്ടിയും കലത്തിനൊക്കെ വിൽപ്പന കുറവാണ്. അതിൻ്റെ റോ മെറ്റീരിയൽ കിട്ടാനില്ല. അതിൻ്റെ പണികൾ വളരെ കഷ്ടപ്പെട്ടതാണ്. അത് 4 ദിവസം ചൂടാക്കി അത് വാർത്തെടുക്കണം, ചുട്ടെടുക്കണം. അങ്ങനെ അതിനുവേണ്ടി കഷ്ടപ്പാട് കൂടുതലാണെങ്കിലും അതിന് പഴയതുപോലെ വില കിട്ടാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പരമ്പരാഗതമായ ഒരു തൊഴിൽ, ഒരു വ്യവസായമാണ് മൺചട്ടി വ്യവസായങ്ങൾ. അതേക്കുറിച്ച് എന്താണ് അരവിന്ദാക്ഷൻ ചേട്ടന് പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ളത് വരും തലമുറ ഒരു കാരണവശാലും എനിക്ക് വരുന്നില്ല. കാരണം ഞാൻ വിവാഹം ചെയ്യാൻ പോകുമ്പോഴും മൺപാത്രപ്പണി ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടോന്ന് എന്നാൽ പെണ്ണ് തരാമെന്ന് പറഞ്ഞു. ഇന്നും മൺപാത്രപ്പണി ഉണ്ടെങ്കിലും ആ കുടുംബത്തിലേക്ക് കയറണ്ട, ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണ്ട. കാരണം അവിടുത്തെ മാതാപിതാക്കളിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ഒരുമാതിരി പിള്ളേർക്ക് വിദ്യാഭ്യാസമായി അതിനുപരിയായിട്ട് ഗൾഫിൽ അവിടെ ഇവിടെ പോയി തുടങ്ങിയപ്പോൾ എത്ര പിള്ളേർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൊഴിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആൾക്കാർ തന്നെ ആശയമായി മാറിയിരിക്കും. കാരണം പരമ്പരാഗത തൊഴിൽ പണ്ട് ഇതേ കോട്ടയം ജില്ലയിൽ 19-26 സ്ഥലത്തെ വേണ്ടി പണിയുണ്ട്. കോട്ടയം ജില്ലയിൽ പണി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആൾക്കാർ തിങ്ങിപ്പാർക്കണം. ചങ്ങനാശ്ശേരി മുതൽ പാല വരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവിടെ ഈ കൂട്ടുകുടുംബമായിട്ടാണ് കിടക്കണത്. 10, 20, 30 വീടൊക്കെ ആയിട്ട് ഇത് കണ്ടുപഠിക്കും. ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ അവരോട് കണ്ടുപഠിക്കണം. കണ്ട് തൊഴിൽ എന്നെക്കാൾ കൂടുതലുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അന്ന് ദാരിദ്ര്യമുള്ള കാലത്ത്. ഇന്ന് മുമ്പ് പറഞ്ഞതുപോലെ പിള്ളേരൊക്കെ ഒന്നിനൊന്ന് മെച്ചമായി. അങ്ങോട്ട് പോകണം. കൂലിവേലിക്ക് പോയി കഴിഞ്ഞാൽ 10-800 രൂപ കിട്ടും. ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കി വെക്കണം. 2-3 മാസം കഴിഞ്ഞ് നിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. അതുവരെ മുടക്കാനുള്ള പൈസ ഞങ്ങളുടെ ഇതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ പല രീതിയിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുപരിയായിട്ട് പറയണത് ഞങ്ങൾക്ക് ഈ 2-3 മാസത്തിൻ്റെ കാരണം എന്നാ? ഈ മൺപാത്രം ഉണ്ടാക്കണ്ടേ? അല്ല, ഇതെല്ലാം കൂടെ എത്ര നാളെടുക്കും? ഇതൊരു 3 മാസം നമുക്ക് ചൂളയിൽ കയറ്റാൻ പറ്റിയത്. കുറച്ച് ഇടാൻ പറ്റിയത്. കുറേശ്ശെ ഇതിൽ കയറ്റണമെങ്കിൽ ഇവിടം വരെ കയറ്റണം. ഇവിടം വരെ. അപ്പോൾ ഒരു ചൂള നിറച്ച് സാധനം ഉണ്ടാക്കിയിട്ട് അത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ അതൊരു 10-70,000 രൂപയ്ക്കടുത്ത് വരുമെന്ന് വേണം കൂട്ടിക്കും. 3 മാസത്തെ പ്രയത്നമാണ്. അപ്പോൾ 4 പേരെങ്കിലും കുറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകണം. 4 പേരെങ്കിലും 4 പേര് 3 മാസം പണിതിട്ടാണ് ഒരു ചൂള സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് വിറ്റഴിക്കാൻ എങ്ങനെയാണ്? വിറ്റഴിക്കുക പണ്ടൊക്കെ ഞങ്ങളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പോഴും ബ്ലേഡുകാരെയും മറ്റു ബാങ്കുകാരെയും ആശ്രയിച്ചൊക്കെയാണ് കഴിയണത് അതിനകത്ത്. അപ്പം അവർ ചോദിക്കുമ്പോൾ 1 മാസത്തേക്ക് 1 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് 500 വെച്ചൊക്കെ ഞങ്ങളിവിടെ മേടിക്കാറ്. വേറെ സമ്പത്തില്ലല്ലോ ഇവിടെ.
തേങ്ങ കൊടുക്കാനോ മറ്റു മാർക്കില്ലാത്ത എല്ലാം നമ്മൾ വിലയ്ക്ക് മേടിക്കുക. അരി ഉൾപ്പെടെ തേങ്ങ ഏത് സാധനവും. അപ്പം അങ്ങനെയുള്ള ജീവിതം. അതുകൊണ്ട് പിള്ളേരും മടുത്തു, കൊച്ചുങ്ങളും. ഇപ്പോഴത്തെ പിള്ളേർക്ക് മുമ്പ് പറഞ്ഞ അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സർക്കാർ ജോലി ഇല്ല. ഞങ്ങൾക്ക് സംഭരണം ഇല്ലാത്തത് കൊണ്ട് സർക്കാർ ജോലി ആർക്കും കിട്ടില്ല. പിന്നെ അപൂർവമായിട്ട് മസ്തു ഇല്ല, സംഭരണമില്ല, ഉദ്യോഗ സംഭരണം ഇല്ല. പിന്നെ ഗ്രാൻഡ് മറ്റുണ്ട്, ലംസം ഗ്രാൻഡ്. അതാണ് ഞങ്ങളിപ്പോൾ ആശ്രയം ജീവിക്കുന്നത്. അതുകൊണ്ട് പിള്ളേർക്ക് ഒന്നിനൊന്നും മെച്ചമാകുന്നു. ഇപ്പം പഴയ രീതിയല്ല പിള്ളേരാണെങ്കിലും. എല്ലാവരും ഇപ്പം വെച്ചത് 75% കൂലി വരിക്ക് പോകുന്നു, പിന്നെ കെട്ടിടത്തിൻ്റെ പണിക്ക് പോകുന്നു, പിന്നെ ടൈൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. ഇങ്ങനെ കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഈ മേഖലയ്ക്ക് ഞങ്ങളെ സഹായിക്കാനായിട്ട് പിള്ളേർ വരികയില്ല. അപ്പൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് പിള്ളേരിത് കാണുന്നില്ല. അപ്പോൾ അവർ വൈകുന്നേരം വരുന്നു, പിള്ളേർ അത് സന്തോഷിക്കും. പേപ്പർ വായിക്കുന്നതൊക്കെ ചെയ്യാമല്ലോ. പണ്ട് പേപ്പർ വായിക്കാൻ ആഗ്രഹമുണ്ട്, നടക്കാത്ത കാര്യമാണ്. അന്ന് സമയം കിട്ടണില്ല. അപ്പം അങ്ങനെ ഒരു ജീവിതമാണ്. ഇപ്പം ഒന്നിനൊന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ ആരോഗ്യം ക്ഷയിച്ച് പണിയോട് വലിയ താല്പര്യമുണ്ടെങ്കിൽ പോലും വരും തലമുറയെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. അവരുടെ ഈ ഞങ്ങളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ അടുപ്പിട്ടു. കാരണം ഇത് മെത്തേഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം മണ്ണരിക്കുന്ന മെഷീനുണ്ട്, ഇലക്ട്രിക് ചൂളയുണ്ട്. ഇതൊന്നും ഞങ്ങൾക്കൊണ്ട് കഴിവില്ല ഇത് മേടിക്കാനായിട്ട്. പിന്നെ സർക്കാരിൽ നിന്ന് മോഹന വാഗ്ദാനങ്ങളെ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ഞങ്ങൾ തേടി എത്തിയിട്ടില്ല. ഞങ്ങൾ പലപ്പോഴും വ്യവസായമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവർ പകുതി സബ്സിഡിയോ പകുതി ലോണോ ഖാദി ബോർഡോ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ ഞാൻ സ്ഥലം പൈസ ഖാദി ബോർഡ് നിർത്താം ഈ മാർജിൻ മണിയായിട്ട് ഒരു 5 ലക്ഷം രൂപ എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യണത്. സത്യത്തിൽ കളിമണ്ണ് മറ്റുള്ള കാര്യം 30% സബ്സിഡി ഉണ്ടായില്ല 30. അപ്പോൾ 3 കൊല്ലം ആയി എടുത്തിട്ട് സബ്സിഡി വന്നെന്നാണ് പറഞ്ഞത്. നേരത്തെ സബ്സിഡി ആയിരുന്നു എനിക്ക് അത്രയും പലിശ കുറച്ച് കൊടുത്താൽ മതിയായിരുന്നു ബാങ്കിൻ്റെ. 5 ലക്ഷത്തിൻ്റെ അവരന്ന് പലിശ ഇതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പിന്നെ ചോദിക്കാൻ പറയാൻ നേരക്കാമത് വളരെ കുറവാണ്. ഉന്നത ഒരാളില്ല. പിന്നെ ഉണ്ടെങ്കിൽ അവർക്ക് ആക്ഷേപം, മറ്റുള്ളവർക്ക് വേള എന്ന് പറയാൻ ആക്ഷേപം. ഇങ്ങനെ ഒരു കാര്യം. കാരണം കേരളത്തിൽ ഈ 14 ജില്ലയിലും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പേരറിയപ്പെടുന്നത് വേളാനെന്ന്. ഇവിടുന്ന് തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ ഓടന്മാർ, പിന്നെ കുമ്പാരന്മാർ, പിന്നെ ആന്ധ്ര നായർ, ഇതെല്ലാം ഈ തൊഴിലുകാരാണ്. ഈ എല്ലാം മൺപാത്ര തൊഴിലുകാരാണ്. പിന്നെ അത് ഒന്ന് ചോദിക്കാൻ പാടാണ് ഞങ്ങളുടെ ആൾക്കാർ പൊതുവെ. അവർക്കൊരു ഇങ്ങോട്ട് വരാൻ മടി. ഞങ്ങൾ എവിടെയും പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ നമുക്ക് സർക്കാരിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ സർക്കാർ തന്നെ പറയാനുള്ളത് നിങ്ങൾ ഒന്നിച്ചിരിക്കാനാണ് പറയുന്നത്. എന്നാലേ നിങ്ങളുടെ അംഗബലം ഉണ്ടെങ്കിൽ സർക്കാർ നിങ്ങളെ എടുത്ത് കാട്ടുകൊള്ളെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങൾ നേക്കാപ്പോൾ ചെയ്യുന്നു. കാരണം ഗ്രാൻറ്റിന് വേണ്ടി ഒരു പരക്കം പറഞ്ഞു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് പ്രയോജനം കിട്ടിയില്ല. അത് വേറെ ആൾക്കാർ കൊണ്ടുപോയി. അത് ഞങ്ങൾ പോയതാണ് ബി സിംഗുള്ള കാലത്താണ്, ഓർമ്മയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ലംസം ഗ്രാൻഡ് പിള്ളേർക്കുള്ളത് 91. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് പരമ്പരാഗതമായിട്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന വടയാറ്റുള്ള മൺപാത്ര സമുദായത്തിൽപ്പെട്ട ഒരംഗമാണ്. അതിൻ്റെ ഒരു ലീഡറാണ്. പഴയ കാലത്തെ മുതലേ പ്രവർത്തകനാണ് അരവിന്ദാക്ഷൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഇതിനെന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ചൂളയാണിത്. ഈ പാത്രങ്ങൾ ഉണ്ടാക്കി പണിപ്പുരയും ചൂളയും കൂടിയാണ്. ഇതിപ്പോൾ പഴയ കാലത്ത് മുതലേ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ്. കഞ്ഞി കുടിക്കുന്ന ചട്ടിയാണിത്. അപ്പോൾ ഇതുപോലത്തെ പാത്രം, മാട്ടം, മറ്റ് കലങ്ങളെ, കുടം, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ കഴിയും. അദ്ദേഹം ഈ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ചൂളയിൽ വെച്ച് 4 ദിവസത്തോളം വിറക് ഇട്ട് കത്തിച്ച് ആണ് പാത്രങ്ങൾ ചുട്ടെടുക്കുന്നത്.